സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മഹാകൃപയാൽ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. എന്തുകൊണ്ടാണ് ഈ പുതിയ വർഷം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനാണോ, അതോ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താനാണോ? ഈ വർഷത്തിൽ ദൈവത്തിനു വേണ്ടി നാം ജീവിക്കണം. അതെ, ഞാൻ ദൈവത്തിനു വേണ്ടി ജീവിക്കും എന്ന് നിങ്ങൾ ഈ വർഷത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഈ വർഷം ഞാൻ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ജീവിക്കും എന്ന് ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കുക. കർത്താവേ, നിന്റെ കൃപ എനിക്ക് നൽകണം, നിന്റെ ശക്തി എനിക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ വഴി നടത്തും. വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ നാം കടന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ വർഷത്തിൽ നമ്മുടെ ജീവിതം മാറുക മാത്രമല്ല, കഴിഞ്ഞ കാലം ചെയ്ത തെറ്റുകളൊന്നും വീണ്ടും ചെയ്യാതെ, കഴിഞ്ഞ വർഷം ദുഃഖിപ്പിച്ച സംഭവങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതെ, കഴിഞ്ഞ വർഷം വിഷമിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ, നമ്മുടെ കർത്താവിനും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കും സന്തോഷകരമായി ജീവിക്കാം. അതിനുവേണ്ടി നാം ചില തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ സമയത്തെ നാം ജാഗ്രതയോടുകൂടി ഉപയോഗിക്കണം. സമയം വിലയേറിയതാണ്. ഒരു വ്യക്തിക്കും കഴിഞ്ഞുപോയ സമയത്തെ തിരിച്ചു തരുവാൻ കഴിയുകയില്ലല്ലോ. അത് 5 നിമിഷമാണെങ്കിലും കഴിഞ്ഞുപോയെങ്കിൽ അതിനെ നമുക്ക് തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ലല്ലോ. അജ്ഞാനികളായിട്ടല്ലാതെ ജ്ഞാനികളായിട്ട് സമയത്തെ തക്കത്തിന് ഉപയോഗിക്കുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മുടെ സമയത്ത് നാം ചെയ്യുന്നതായ കാര്യങ്ങൾ യോഗ്യമായതാണെങ്കിൽ, നന്മയായതാണെങ്കിൽ തലമുറകൾക്കത് അനുഗ്രഹമായി മാറും. എന്നാൽ അയോഗ്യമായ കാര്യങ്ങൾ, തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അനേകർക്ക് നാശമായി മാറും. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നാശമായിരിക്കും, മറ്റുള്ളവർക്കും അത് നാശകരം ആയിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ദൈവത്തോട് പറയുക, എൻ്റെ സമയത്തെ ഞാൻ ഒരിക്കലും വൃഥാവാക്കി തീർക്കുകയില്ല. എങ്ങനെയാണ് ഉപയോഗപ്രദമാക്കുന്നത്? എത്ര സമയം നമുക്ക് ഉറങ്ങണം, അത്രയും സമയം നാം ഉറങ്ങുക. എന്തുകൊണ്ടെന്നാൽ അനേകം ആളുകളുടെ ജീവിതം ഉറക്കത്തിനു വേണ്ടി മാത്രമായിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് ഉറങ്ങേണ്ടതായ സമയത്ത് നിങ്ങൾ ഉറങ്ങുക. പിന്നെ ബാക്കിയുള്ള സമയം നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശരീരത്തെ ആരോഗ്യത്തോടെ, ശുദ്ധിയോടെ നിലനിർത്തേണ്ടതാണ്. അത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ ആവശ്യകരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയത്തെ നിങ്ങൾ വിനിയോഗിക്കുക. പിന്നെ ബാക്കിയുള്ള സമയം നാം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണം. നാം ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ കൈകൾ, കാലുകൾ, നമ്മുടെ ശരീരം എല്ലാം നാം ജോലി ചെയ്യുന്ന സമയത്ത് ആരോഗ്യകരമായി ഇരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജോലി ചെയ്യൂ. നാം ജോലിയിലുള്ള വ്യക്തി ആണ് എങ്കിൽ നിങ്ങൾ സമയത്ത് ജോലിക്ക് വേണ്ടി പോകൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടുകൂടി നിങ്ങൾ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലാണെങ്കിൽ, ഹൗസ് വൈഫ് ആണെങ്കിൽ, പലരും പറയാറുണ്ട് ഞാൻ ഹൗസ് വൈഫ് ആകുന്നു എന്ന്. അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഹോം ബിൽഡറാണ്. നിങ്ങൾ വീട് നിർമ്മിക്കുന്ന ആളുകളാണ്. ചില ഭാര്യമാർ ഇങ്ങനെ പറയാറുണ്ട്, സാധാരണ വീട്ടിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. അല്ല, ജ്ഞാനമുള്ള സ്ത്രീ തന്റെ വീട് പണിയുന്നു, മൂഢയായവൾ തന്റെ വീടിനെ പൊളിച്ചു കളയുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ വീട്ടിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. വീട്ടിൽ നിങ്ങളുടെ ആഹാരങ്ങൾ പാകം ചെയ്യുന്നതോടൊപ്പം വീട് നല്ലവണ്ണം ഒരുക്കി അടുക്കി വയ്ക്കുന്നത്, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത്, വീട്ടിലുള്ളവർക്ക്, നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക് ആശ്വാസകരമായിരിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് എത്രയോ അത്യാവശ്യമാണ്. നിങ്ങൾ വിശ്രമം എടുക്കുക. നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ നിങ്ങൾ നിറവേറ്റുക. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വിശ്വസ്തയോടെ ആയിരിക്കുക. ഒരു വേള നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിക്കുവാൻ പരിശ്രമിക്കൂ. ജ്ഞാനമില്ലാത്തവൻ എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ ജ്ഞാനമില്ല എങ്കിൽ നിങ്ങൾ ജ്ഞാനം തരുന്നതിനു വേണ്ടി കർത്താവിനോട് ചോദിക്കുക. വിശ്വാസത്തോടെ ചോദിക്കുക. ദൈവം തൻ്റെ ജ്ഞാനത്തെ, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തെ നിങ്ങൾക്ക് തരും. നിങ്ങൾ തീർച്ചയായും ഉന്നതമായ നിലയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ അനുഗ്രഹീതമായ വിദ്യാർത്ഥിയായിരിക്കും, അല്ലാതെ താഴ്ന്നു പോകുന്ന ഒരു വിദ്യാർത്ഥിയായി ഇരിക്കുകയേ ഇല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങളുടെ പാഠങ്ങൾ നല്ലവണ്ണം നിങ്ങൾ പഠിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ദൈവം അനുഗ്രഹിക്കും. പിന്നെ വൃദ്ധരാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വൃദ്ധന്മാർ വെറുതെ സംസാരിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. വേദപുസ്തകം പറയുന്നു അങ്ങനെയുള്ളവരോട് അകന്നിരിക്കുക എന്ന്. പ്രായമുള്ളവർ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അനുഭവങ്ങളും ഉപദേശങ്ങളും ഈ തലമുറയ്ക്ക് ഒരുപാട് ആവശ്യമായിരിക്കുന്നു.
നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്നേഹത്തെ പകർന്നു കൊടുക്കുക. നിങ്ങൾ വൃദ്ധരായിപ്പോയി എന്ന വിഷമത്തോടെ ആയിരിക്കരുത്. അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നവരാണെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ കർത്താവിൽ വിശ്വസ്തയോടെ നിങ്ങളുടെ വാർദ്ധക്യത്തിലും സന്തോഷത്തോടെ സമാധാനത്തോടെ മുൻപോട്ട് പോവുക. കർത്താവിനെ സ്തുതിക്കുക. അവന്റെ രാജ്യത്തിനു വേണ്ടി ഒരുങ്ങുക. ഈ പുതിയ വർഷം എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കുവാനും അനുഗ്രഹമായിരിക്കുവാനും തീരണമെന്നുണ്ടെങ്കിൽ നാം എല്ലാവരും ചേർന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ജാഗ്രതയോടെ ചെയ്യുക. നമ്മുടെ സമയത്തെ ഉപയോഗപ്രദം ആക്കുക. മറ്റൊരു പ്രധാന വിഷയം, നിങ്ങളുടെ ദിവസത്തിൽ എത്ര സമയം നിങ്ങൾ ദൈവത്തിനു വേണ്ടി കൊടുക്കുന്നു എന്നത് നിങ്ങൾ പരിശോധിക്കുക. ഒരു ദിവസം കർത്താവ് നമുക്ക് 24 മണിക്കൂറുകൾ നൽകുന്നുണ്ടല്ലോ. ഇതിൽ എത്ര സമയം നിങ്ങൾ ദൈവത്തിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്? 2-3 മിനിറ്റുകളാണോ അതോ 2.5 മണിക്കൂർ ആണോ? നിങ്ങളുടെ സമയത്തിന്റെയും ദശാംശം കൊടുക്കുവാൻ നിങ്ങൾ പരിശീലിക്കുക. കുറഞ്ഞത് 2.5 മണിക്കൂറെങ്കിലും ദൈവത്തിന് മുമ്പിൽ ചിലവഴിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്. വേദപുസ്തകം വായിക്കുക, വീണ്ടും വീണ്ടും ധ്യാനിക്കുക. അത് എത്ര വായിച്ചാലും മതിവരാത്ത മധുരമുള്ളതാണെന്ന വചനം പറയുന്നു. 42 വർഷങ്ങളായിട്ട് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും പുതിയ പുതിയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കുക. എഴുന്നേറ്റാൽ ഉടൻ തന്നെ വായിക്കുക. മുഴങ്കാലിൽ വായിക്കുക. വായിച്ചാൽ മാത്രം പോരാ, വായിച്ച ഭാഗത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുവാൻ ശ്രമിക്കൂ. അത് പരിശീലിക്കുക. ധ്യാനിച്ചതുപോലെ തന്നെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കൂ. പ്രബോധിപ്പിക്കുക. മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ജീവൻ നൽകുന്നത്, നമുക്ക് ശക്തി നൽകുന്നത്. എല്ലാ ദിവസവും അവന്റെ വചനം വായിക്കുന്നത് എത്രയോ അത്യാവശ്യമാണ്. ദിവസവും ഭക്ഷണം കഴിക്കേണ്ടത് നമുക്ക് എത്രയോ ആവശ്യമാണ്. അതുപോലെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കേണ്ടത് നമുക്കത്ര തന്നെ അത്യാവശ്യമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞുവല്ലോ. ആത്മീയമായി നമുക്ക് ബലം പ്രാപിക്കണമെങ്കിൽ കർത്താവിന്റെ വചനത്തെയും അവന്റെ വാക്കുകളെയും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതാണ്. അതുമാത്രമല്ല, വചനം വായിക്കുക മാത്രമല്ല, നാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയും വേണം. ഇന്ന് അനേകർക്കും പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ട്, വളരെ കഷ്ടപ്പെട്ട് ചെയ്യുകയാണെന്നാണ്, അല്ലേ? എന്നാൽ നിങ്ങൾ യഥാർത്ഥമായി ദൈവാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എത്ര സമയം മുൻപോട്ട് പോകും നിങ്ങൾക്ക് അറിയുകയില്ല. നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്നറിയാമോ? നിങ്ങൾ മുഴങ്കാൽ മടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു ഭക്തൻ പറഞ്ഞു, പ്രാർത്ഥന അറിയില്ലെങ്കിൽ കർത്താവേ എന്ന് വിളിച്ചാൽ മതി, വായ് തുറന്നാൽ മതി, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് ദൈവം പറഞ്ഞു. അതെ, പ്രാർത്ഥന ബുദ്ധി കൊണ്ട് ചെയ്യുവാൻ നമുക്ക് അറിയില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക തന്നെ ചെയ്യും. അവൻ നമ്മെ പഠിപ്പിക്കും. പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. മുഴങ്കാൽ മടക്കി നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ മുറിയിൽ കയറി കതക് അടച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതുമാത്രമല്ല, പ്രാർത്ഥനയിൽ കൂടി ദൈവം തന്റെ ഉദ്ദേശങ്ങൾ നിങ്ങളോട് സംസാരിക്കും എന്നും നിങ്ങൾ വിശ്വസിക്കുക. പ്രാർത്ഥന വെറുതെ ഉച്ചാരണം മാത്രമല്ല, സംഭാഷണമാണ്. കർത്താവിനോട് നാം സംസാരിക്കുന്നതാണ്. കുടുംബ പ്രാർത്ഥന നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഭാര്യയും മക്കളെയും എല്ലാം ഇരുത്തി നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഇരുത്തിയിട്ട് കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹകരമാണ്. ഇല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ആരംഭിക്കുക. നിങ്ങൾ കുടുംബമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവലായി വരും. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കും. എല്ലാ ദോഷത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അനാവശ്യമായ രോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകാതെ ദൈവം നിങ്ങളെ സംരക്ഷിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാവും ദുഷ്ടശക്തികളും ഓടിപ്പോകും. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കുകയും ചെയ്യും. അവിടെ സമൃദ്ധിയുണ്ടാകും, ഒരു കുറവും ഉണ്ടാകുകയില്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് മുന്നേറും. എന്തുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നത ഉണ്ടാകുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ലേ? ഈ ദിവസം മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കൂ. ഭാര്യയായി ഭർത്താവായി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ പകരുന്നതുകൊണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിൽ പകരുന്നതുകൊണ്ട് നിങ്ങളിൽ ഐക്യത ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങളിൽ സഹോദരന്മാർ തമ്മിൽ ഐക്യതയില്ല. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സന്തോഷകരമായിരിക്കും. അതെ, സഭയിൽ ചെന്ന് പ്രാർത്ഥിക്കുക. സഭയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ സംഭവിക്കാനിടയാകും. ഒരുമനപ്പെട്ട് ഐക്യതയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുത കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയവും വൃഥാവല്ല. ദൈവം തന്നിരിക്കുന്ന സമയത്തെ ഉപയോഗപ്രദമാക്കി മാറ്റാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരത്തെ നമുക്ക് ഒരുക്കിയെടുക്കാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നമുക്ക് എടുക്കുവാൻ ശ്രമിക്കാം. നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലികളിൽ നമുക്ക് ഉത്തരവാദിത്തമുള്ളവരായിരിക്കാം. നമ്മുടെ പഠനകാര്യത്തിൽ അതുപോലെ ജോലിക്കാര്യത്തിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ ശ്രമിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി നമുക്ക് ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം.
വചനങ്ങളെ പഠിക്കാം, പ്രവർത്തിക്കാം. അപ്പോൾ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അസാധ്യമാവുകയില്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാകും. അനേകരും എന്ന് പറയാറുണ്ട്, ഒന്നു ചെയ്തിട്ടും സാധിക്കുന്നില്ല, ഒന്നും വിജയകരമാക്കാൻ കഴിയുന്നില്ല എന്ന് നാം കേൾക്കുന്നതാണ്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ദൈവത്തിന്റെ സഹായം നിങ്ങൾ ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് സാധിക്കാത്തത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സഹായത്തെ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ തീരുമാനമെടുക്കുക, എൻ്റെ സമയത്തെ ഞാൻ ഉപയോഗപ്രദമായി വിനിയോഗിക്കും. മറ്റൊരു വിഷയം, ഇന്ന് അനേകം ആളുകൾക്ക് ദോഷം ഉണ്ടാകുന്നതിന്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്, കടഭാരം ഉണ്ടാകുന്നതിന്, ആത്മഹത്യകൾ ചെയ്യുന്നതിന്, അനാവശ്യമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുത്തിവെക്കുന്നതിന്റെ കാരണം അറിയാമോ? പണം. ആ പണത്തിന്റെ കാര്യത്തിൽ ശരിയായിരിക്കുന്നില്ല. വഞ്ചന, പറ്റിക്കൽ, കളവ്, കൈക്കൂലി, കൊള്ളപ്പലിശ. എന്താണ്? പല പല രീതിയിൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ പരിശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ നീ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന, അധ്വാനിച്ചുണ്ടാകുന്ന നന്മയെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിന്റെ കയ്യിൽ വരുന്ന എല്ലാ ചെറിയ വിഷയത്തിലും നീ വിശ്വസ്തനായിരിക്കുന്നെങ്കിൽ എല്ലാ കാര്യത്തിലും അനുഗ്രഹിക്കപ്പെടും എന്നത് നാം ഓർക്കേണ്ടതാണ്. ഈ വർഷം ഒരു തീരുമാനമെടുക്കുക, ഞാൻ പണത്തെ സംബന്ധിച്ച് വിശ്വസ്തൻ ആയിരിക്കും. ഞാൻ കള്ളക്കണക്കുകൾ എഴുതില്ല, പണത്തിനു വേണ്ടി കളവ് പറയില്ല, പണത്തിനു വേണ്ടി വഞ്ചന ചെയ്യില്ല, പണത്തിനു വേണ്ടി അന്യായം ചെയ്യുകയില്ല. ഒരു തീരുമാനമെടുക്കുക. എത്ര പണം എൻ്റെ കയ്യിൽ വന്നാലും ശരി, എൻ്റെ നീതിയെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. പ്രധാനമായും ദൈവം നിനക്ക് നൽകുന്നതിൽ നിന്ന് ദശാംശം ദൈവത്തിന് നീ കൊടുക്കുക. ദൈവത്തിന് ധാരാളമായി കൊടുക്കുന്നതിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് വചനം പറയുന്നു. എന്നാൽ ഈ കാലത്ത് അനേകം ആളുകൾ ദൈവത്തിന് കൊടുക്കുന്ന വിഷയത്തിൽ പിറകോട്ട് പോകുന്നു. ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നത് പോലെയാണ് അവർ അധ്വാനിക്കുന്നത്. എന്നാൽ ദൈവം കൊടുക്കുന്ന നന്മയിൽ നിന്ന് കൃതജ്ഞതയോടെ, നന്ദിയോടെ പ്രഥമ ഫലങ്ങൾ, അതുപോലെയുള്ള സ്തോത്ര കാഴ്ചകൾ, ദശാംശങ്ങൾ ദൈവത്തിന് കൊടുക്കണം എന്നതായ സാമാന്യമായ ജ്ഞാനം പോലുമില്ലാത്ത അനേകം ആളുകളുമുണ്ട്. നിങ്ങൾക്ക് പണം എവിടെ നിന്ന് വന്നു? ഞാൻ ജോലി ചെയ്തുകൊണ്ടാണ്, ശമ്പളത്തിൽ നിന്നാണ് കിട്ടിയത്, ഞാൻ അധ്വാനിച്ചതുകൊണ്ടാണ് എന്ന് നാം പറയുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് പണം വന്നത്? അത് കർത്താവ് തന്നതാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ദാവീദ് ഇപ്രകാരം പറയാനിടയായി, അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങയ്ക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്, അത് സ്വീകരിക്കണമെന്ന്. എവിടെ നിന്നാണ് വന്നത്? എനിക്ക് കർത്താവാണ് തന്നിരിക്കുന്നത്. കർത്താവ് തന്നതിൽ നിന്ന് ഞാൻ തിരിച്ച് കർത്താവിന് കൊടുക്കുന്നു. കർത്താവിന് നാം കൊടുക്കുന്ന സമയത്ത് അവൻ തന്നെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുമോ? ഇല്ല. ഒരു ദിവസം ഒരു മാമൻ അവന്റെ മരുമകന് ഒരു ലഡു വാങ്ങിച്ചു കൊണ്ടുവന്നു. ആ മരുമകന് അത് കൊടുത്തു. അവനത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാമൻ ചോദിച്ചു, മോനെ എനിക്ക് തരില്ലേ എന്ന്. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മുറിച്ചെടുത്ത് മാമന്റെ കയ്യിൽ കൊടുക്കും. എന്നാൽ ചില കുട്ടികൾ എന്ത് ചെയ്യും? മാമൻ ആ ലഡു തന്നിരിക്കുമ്പോൾ അത് തന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ തരില്ല, പോകൂ എന്ന് പറയും. ഇന്ന് അനേകം ആളുകൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കർത്താവിന് ഒരൽപ്പം മുറിച്ച് ഭിക്ഷ കൊടുക്കുന്ന രീതിയിൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില ആളുകൾ ഇതെന്റെ പണമാണ്, ഞാനെന്തിനാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. ഒരു വേള ആ കുഞ്ഞ് ആ ലഡു മുഴുവനും ആ മാമന് തിരിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കൂ. മാമൻ എന്തു ചെയ്യുമെന്ന് പറ? അത് ഒറ്റയടിക്ക് അകത്താക്കിയിട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. എന്തു ചെയ്യും? ഉടൻ തന്നെ വളരെ സന്തോഷത്തോടെ എന്റെ മോനെ എന്ന് വിളിച്ച് സന്തോഷത്തോടെ അവനെ എടുത്തിട്ട് തന്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി തന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയും എടുത്തിട്ട് ആ കുഞ്ഞിന്റെ കഴുത്തിൽ ഇട്ടുകൊടുത്ത് വേണമെങ്കിൽ തന്റെ അവകാശമെല്ലാം അവന്റെ പേരിൽ എഴുതി വയ്ക്കുകയും ചെയ്യുമല്ലോ. അതേ, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരില്ലേ? കർത്താവിന് കൊടുത്തിട്ട് ദരിദ്രനായവൻ, കർത്താവിന് കൊടുത്തിട്ട് കടഭാരത്തിലായ വ്യക്തി ഒരിക്കലും ഇതുവരെ ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല എന്ന് ഭക്തൻ പറയുകയുണ്ടായി. ദൈവത്തിന് കൊടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകില്ല. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് വചനം പറയുന്നുണ്ടല്ലോ. നമുക്ക് വരുന്ന വരുമാനത്തിൽ ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കുവാൻ നിങ്ങൾ എപ്പോഴും പരിശീലിക്കേണ്ടതാണ്. നിങ്ങളുടെ ദശാംശവും സ്തോത്രകാഴ്ചയും എപ്പോഴും കർത്താവിന് കൊടുക്കുവാൻ നിങ്ങൾ പരിശീലിക്കുക. നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല. കൈസർക്കുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവാൻ പറഞ്ഞു. എന്നാൽ പല ക്രൈസ്തവരും കരം അടയ്ക്കാത്തവർ ഉണ്ടായിരിക്കുന്നുവല്ലോ. സർക്കാരിന് നാം കരം അടയ്ക്കേണ്ടതായി വരുമ്പോൾ സർക്കാരിന് നാം കരം അടയ്ക്കുക തന്നെ ചെയ്യുക. സർക്കാരിന് കൊടുക്കേണ്ടതായ നികുതികൾ നാം തീർച്ചയായും അടയ്ക്കുക തന്നെ വേണം. തീരുമാനമെടുക്കുക. അനീതിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാതെ ന്യായമായ ചെലവഴിക്കേണ്ട കാര്യങ്ങളിൽ ചെലവഴിച്ചുകൊണ്ട് ഈ വർഷം ഞാൻ മുൻപോട്ട് പോകുമെന്ന് തീരുമാനിക്കുക. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. പണം നിന്റെ കയ്യിലിരിക്കുമ്പോൾ നാളെ വരൂ, നാളെ തരാം എന്ന് പണിക്കാരനോട് പറയരുത്. അനേകം ആളുകൾക്ക് അങ്ങനെ പണം കൊടുക്കാൻ മടിയാണ്. അയാളെ കൊണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പണം കൊടുക്കാതെ നാളെ വരൂ, മറ്റന്നാൾ വരൂ എന്നൊക്കെ പറയുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അത് ദ്രവ്യാഗ്രഹമാണ്.
ദ്രവ്യാഗ്രഹം നാശമാണ് എന്നത് വേദപുസ്തകത്തിൽ വചനത്തിലൂടെ പറയുന്നുണ്ട്. ഈ പുതിയ വർഷത്തിൽ ഒരു തീരുമാനമെടുക്കുക. പണത്തെ സംബന്ധിച്ച് ഞാൻ വിശ്വസ്തൻ ആയിരിക്കും. ആരുടെയും പണം ഞാൻ ആഗ്രഹിക്കുകയില്ല. എൻ്റെ കയ്യിലുള്ളതായ പണത്തെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. എൻ്റെ കയ്യിലുള്ള പണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കും. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച എൻ്റെ പണം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ദൈവം നൽകുന്ന അനുഗ്രഹത്തെ ഞാൻ കാണും. ഞാൻ കടം വാങ്ങില്ല. ഇത് കടങ്ങളുടെ ലോകമാണ്. കടം വാങ്ങിച്ചിട്ട് ഭാരപ്പെടുന്ന ആളുകൾ, ക്രെഡിറ്റ് കാർഡ് വെച്ച് കടമെടുത്തിട്ട് അനേകം ആളുകൾ കടഭാരത്തിലായിരിക്കുന്നു. നിന്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അന്നന്ന ദിവസത്തിൻ്റെ ആഹാരം അന്നന്ന് തന്നെ ദൈവം നിങ്ങൾക്ക് നൽകാനിടയാകും. നാളെ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി ഇന്നെന്തിനാണ് നാം കടം വാങ്ങേണ്ടത്? നാളേക്ക് ആവശ്യമുള്ള കാര്യം ദൈവം നാളെ തന്നെ നമുക്ക് നൽകും. അതിനുവേണ്ടി നാം കടം വാങ്ങേണ്ട കാര്യമില്ല. നാളത്തെ കാര്യം ദൈവം നടക്കും. യഹോവ ഇരേ എന്ന് വിശ്വസിക്കുക. സമയത്തിന്റെ വിഷയത്തിൽ വിശ്വസ്തനായിരിക്കുക. പണത്തിന്റെ വിഷയത്തിലും വിശ്വസ്തൻ ആയിരിക്കുക. ഏറ്റവും പ്രധാനമായും നിന്റെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായ ഒന്ന് ആണെന്നും ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് നീ ലോകത്തിൽ ജനിച്ചതെന്നും ഉള്ള കാര്യം നീ ഓർക്കുക. രക്ഷിക്കപ്പെട്ട ഉടൻ തന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടവനാണ്. ജനത്തിന്റെ പ്രവാചകനായിട്ട് ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ദൈവം തന്റെ സേവ ചെയ്യാൻ എന്നെ വിളിച്ച സമയത്ത് 18 വയസ്സുള്ള ഒരു യുവാവായിരുന്നപ്പോൾ ദൈവത്തിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ ജീവിതം ഭാഗ്യകരമായി. അതുകൊണ്ടാണ് എന്റെ ജീവിതം എനിക്കും അതുപോലെ തന്നെ മറ്റ് അനേകം ആളുകൾക്കും അനുഗ്രഹമായി തീർന്നത്. എന്റെ കർത്താവിന്റെ ഉദ്ദേശങ്ങൾ എന്റെ ജീവിതത്തിൽ നിറവേറ്റണമെന്ന് വിചാരിച്ച് അവന്റെ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒരു പ്രയോജനമില്ലാത്തവനായ, ഒരു കഴിവുമില്ലാത്തവനായ, ഒന്നിനും കൊള്ളാത്തവനായിരുന്ന എന്റെ ജീവിതം ദൈവം തന്റെ കരങ്ങളിൽ എടുത്തിട്ട് ഉപയോഗിക്കാനിടയായി. ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവത്തിലേക്ക് നിന്നെ തന്നെ നീ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ പുതിയ വർഷത്തിൽ നിന്നെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ നിന്നെയും ദൈവം ഉപയോഗിക്കാനിടയാകും. നിന്നെക്കുറിച്ചും ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. ഒരു വേള നിന്നെ തന്നെ നീ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ പുതിയ വർഷത്തിൽ കർത്താവിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഓരോ ദിവസവും കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവെ, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? കർത്താവെ, ഞാൻ എവിടേക്ക് പോകണം എന്ന് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ നടക്കേണ്ടുന്ന വഴി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് വാഗ്ദത്തം ചെയ്ത മതിയായ ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്. അനേകം ആളുകളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെന്നൈയിൽ സെറ്റിലായിപ്പോയോ? ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്, ഞാൻ എവിടെയും സെറ്റിലായിരിക്കുന്നില്ല. കർത്താവ് പറയുന്ന മാർഗത്തിൽ നടക്കുക മാത്രമാണ്. കർത്താവ് പറയുമ്പോൾ ഞാൻ അവിടേക്ക് പോകും. കർത്താവ് പറയുന്നിടത്ത് ഞാൻ നിൽക്കും. കർത്താവ് പറയുന്ന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചില സമയത്ത് എനിക്കിഷ്ടമില്ലാത്ത കാര്യവും കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. എനിക്ക് കഴിയാത്ത കാര്യങ്ങളെ കർത്താവ് എന്റെ കൈ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ദൈവം വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ കൈകൾ കൊണ്ട് ചെയ്യാറുണ്ട്. അവന് നാം കീഴ്പ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിലും ദൈവത്തിന്റെ കൃപ നമ്മളോട് പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവം വിളിച്ച സമയത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ ഞാൻ ശുശ്രൂഷ ആരംഭിക്കുകയാണെങ്കിൽ എങ്ങനെ ഞാൻ ജനങ്ങളുടെ പ്രവാചകനായി മാറും? കർത്താവിന്റെ വാക്കിന് ഞാൻ കീഴ്പ്പെട്ടപ്പോൾ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, ദൈവം വാക്ക് തന്നാൽ നിറവേറ്റുന്നവൻ ആണ്. ഈ കാൽവറി ഫെലോഷിപ്പ് ഇവാഞ്ചലിക്കൽ ശുശ്രൂഷകളെ ദൈവം പടിപടിയായി അനുഗ്രഹിച്ചിട്ട് അനേക രീതിയിലുള്ള ദൈവവേലകൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളെ പരിശോധിച്ചിട്ട് ഞങ്ങളെ ബലപ്പെടുത്തി അവന്റെ വിശാലമായ ചെറിയ മറവിൽ ഞങ്ങളെ മറച്ചുവെച്ചിരിക്കുന്നു. അവന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. സത്യമായി നിങ്ങളും അതുപോലെ കൽവറി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണെങ്കിൽ, ആത്മീയമായി നിങ്ങൾ ബലപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളും ഈ കർത്താവിനെ സ്തുതിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ അറിയിക്കുക. നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടെന്ന കാര്യം വിശ്വസിക്കുക. ദൈവത്തിന്റെ വേലയിൽ അവന്റെ സാക്ഷിയായി, അവന്റെ നാമമഹത്വത്തിനായി നാം ജീവിക്കുന്നത് എത്രയോ ഭാഗ്യകരമാണ്. എല്ലാവരും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ദൈവം പലതരത്തിലുള്ള കൃപാവരങ്ങളും താലന്തുകളും നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എല്ലാം നാം ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അവന്റെ നാമത്തിന് മഹത്വമുണ്ടാകും. ഒരിക്കൽ ഒരു കാർപ്പന്ററിന്റെ ഷെഡിൽ ഇതുപോലെയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പണിശാലയിലുള്ളതായ ചുറ്റിക, സ്ക്രൂ ഡ്രൈവർ, പണിയായുധങ്ങൾ എല്ലാം കൂടിയിട്ട് ഞാനാണ് വലുതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ്. ഞാൻ ആ തടി മുറിച്ചു കൊടുത്തില്ലെങ്കിൽ ആ തടി കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നൊരുത്തൻ അത് കേട്ടിട്ട് ഞാൻ അടിച്ച് ആ തടിയിലേക്ക് ആണി അടിച്ചിറക്കിയില്ലെങ്കിൽ അത് ഉറയ്ക്കുകയില്ല എന്ന് പറയുന്നു. ഞാൻ മുറുക്കിയില്ല എങ്കിൽ ഈ സ്ക്രൂ മുറുകുകയില്ല എന്ന് മറ്റൊരുത്തൻ പറയുന്നു. ഞാൻ ആ സ്ക്രൂ നല്ലവണ്ണം മുറുക്കിയില്ലെങ്കിൽ അത് മുറുകുകയില്ല, പിടിക്കുകയില്ല എന്ന് മറ്റൊരുവൻ പറയുന്നു. ഞാൻ അളവെടുത്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് സ്കെയിൽ പറയുന്നു. ഇങ്ങനെ അവിടെയുള്ള പണിയായുധങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് തർക്കിക്കുമ്പോൾ അവർ പരസ്പരം വഴക്കുണ്ടാക്കുന്ന സമയത്ത് നസ്രേത്തിൽ നിന്ന് വന്നതായ കാർപ്പന്റർ അവിടെ വന്നിട്ട് നിങ്ങളുടെ സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞു.
ഞാൻ ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള വ്യക്തിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കൈവാളിനെ വിളിച്ചിട്ട് ആ തടി മുറിക്കാനിടയായി. അതിനുശേഷം ചുറ്റികയെ വിളിച്ചിട്ട് ആണികൾ അടിച്ചിറക്കാനിടയായി. അതിനുശേഷം സ്കെയിലിനെ വിളിച്ചിട്ട് അളവുകൾ എടുത്തു. ചുറ്റിക എടുത്തിട്ട് ആണികൾ അടിച്ചിറക്കി. എവിടെയാണ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഫിറ്റ് ചെയ്യേണ്ടത് എല്ലാം സ്ക്രൂ ഡ്രൈവർ വെച്ച് ഫിറ്റ് ചെയ്തു. എവിടേക്കാണ് ചിത്രപ്പണികൾ ചെയ്യേണ്ടത് അത് ഉപയോഗിച്ചു. അതുപോലെ മൃദുവാക്കേണ്ട സ്ഥലം എവിടെയാണ് അവിടെ എല്ലാം മൃദുവാക്കി. പേപ്പർ ഉപയോഗിച്ച് മൃദുവാക്കി. അങ്ങനെ എല്ലാ ഉപകരണങ്ങളെയും ഉപയോഗിച്ചിട്ട് ഒരു നല്ല ബലിപീഠത്തെ കർത്താവ് തയ്യാറാക്കി. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ പോയിരുന്ന ശേഷം കർത്താവ് ചോദിച്ചു, ഹേ കൈവാളെ, ചുറ്റികയെ, സ്ക്രൂ ഡ്രൈവറെ, സ്കെയിലേ, ഇതാരാണ് ചെയ്തത്? എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങളാണ് ചെയ്തത്, നമ്മളാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഈ ദിവസം നിന്നെ ഒരു ചുറ്റികയായിട്ടോ സ്ക്രൂ ഡ്രൈവറായിട്ടോ ഒരു കൈവാളായിട്ടോ അല്ലെങ്കിൽ ഒരു സ്കെയിലായിട്ടോ നമ്മെ എങ്ങനെ പണിയായുധങ്ങളായി ഉപയോഗിച്ചേക്കാം. എന്നാൽ നമ്മുടെ പണി നാം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാകും. നാം എല്ലാവരും ചേർന്ന് അവന്റെ പണി ചെയ്യണമെന്നും കർത്താവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ്, എന്റെ ജോലി എന്താണ്? നിന്റെ പണി നീ ചെയ്യൂ. മറ്റുള്ള ജോലി ചെയ്യാൻ ആഗ്രഹിക്കരുത്. ഈ കാലത്ത് അനേകം ആളുകൾ മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു, ഇമിറ്റേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അവരുടെ പ്രസംഗം പോലെ പ്രസംഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അവർ പാടുന്നത് പോലെ പാടുവാൻ ആഗ്രഹിക്കുന്നു, അവരുടെ ശുശ്രൂഷ പോലെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അവർ ഇട്ടതുപോലെയുള്ള പേരിട്ട് അത് അനുകരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ അനേകം ആളുകൾ മത്സരങ്ങൾ നടത്തുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇത് ദൈവത്തിന്റെ പദ്ധതി അല്ല. ഈ വർഷം തന്നെ കർത്താവിനോട് പറയൂ, ഒരുപക്ഷെ നീ അനുകരിച്ച് മറ്റുള്ളവരോടൊപ്പം മത്സരിച്ച് അവരെ പോലെ ആകാൻ ആഗ്രഹിച്ച വ്യക്തിയാണോ? അവരെ പോലെയാകണം, ഇവരെ പോലെയാകണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണോ? നീ കർത്താവിനോട് ചോദിക്കൂ, കർത്താവ്, ഞാൻ എന്തായിത്തീരാൻ നീ ആഗ്രഹിക്കുന്നു അത് എന്നെ ആക്കണമേ. ഞാൻ എങ്ങനെ നിനക്ക് പ്രയോജനകരമായി തീരണം അങ്ങനെ തന്നെ നീ എന്നെ ഉപയോഗിക്കൂ. ഞാൻ എപ്പോൾ നിനക്ക് വേണ്ടി പ്രയോജനകരമാകണം അപ്പോൾ നീ എന്നെ ഉപയോഗിക്കുമാറാകണം. ബലവാന്റെ കയ്യിലിരിക്കുന്ന അമ്പിനെ പോലെ നിനക്ക് ആവശ്യമുള്ള സമയത്ത് എന്നെ നീ ഉപയോഗിക്കുമാറാകണം. നിന്റെ ഹിതം പോലെ എന്നെ ഉപയോഗിക്കണം എന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. പ്രിയ സഹോദര സഹോദരി, ഈ പുതിയ വർഷം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹവും അത്ഭുതവും ദൈവിക വളർച്ചയും പ്രാപിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായി നിന്റെ സമയം തക്കത്തിന് ഉപയോഗിക്കുക. പണം സംബന്ധിച്ചുള്ള വിഷയത്തിൽ നീതിയോടെ ആയിരിക്കുക. നിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ നിർവഹിക്കുക. ദൈവം നിന്നെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അവന്റെ നിന്നെക്കുറിച്ചുള്ള ഹിതം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവന്റെ ഹിതപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി നിന്നെ തന്നെ നീ സമർപ്പിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനാകും. നീ ചെയ്യുന്നതെല്ലാം സാധിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ പുതിയ വർഷത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായിട്ട് നിനക്ക് നന്ദി കരയറ്റുന്നു. എത്രയോ പേർ ഈ ലോകത്തെ വിട്ടുപോയിരിക്കുന്നു. കേവലം നിന്റെ കൃപ കൊണ്ട് മാത്രം, നീ ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, കരുണ കാണിച്ചതുകൊണ്ട് ഈ പുതിയ വർഷം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ പുതിയ വർഷത്തിലേക്ക് ഞങ്ങളെ ഏതുദ്ദേശത്തോടു കൂടിയാണ് നീ പ്രവേശിപ്പിച്ചിരിക്കുന്നത്, ആ ഉദ്ദേശങ്ങൾ അറിഞ്ഞിട്ട് നിന്റെ പദ്ധതി പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ ഹിതപ്രകാരം ജീവിക്കുമ്പോൾ അത് അനുഗ്രഹമാണെന്നും നിന്റെ ഹിതം എവിടെയാണ് ഉള്ളത് അവിടെയാണ് ക്ഷേമം എന്നതും ഞങ്ങളുടെ ജീവിതം അങ്ങനെ വിലയേറിയതാകും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കണം. ഇപ്പോൾ വരെ ഒന്നും സാധിക്കാതെ നിരാശയിൽ അകപ്പെട്ടിട്ട് തകർന്നുപോയ മനസ്സോടുകൂടി ഈ വർഷമെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന്, അവരോട് കൃപ കാട്ടണമെന്ന് ഇപ്പോൾ തന്നെ അവർ തീരുമാനം എടുത്തുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതിന് വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ചെയ്യുമാറാകണമേ. ഇപ്പോൾ വരെ ഞാൻ ഫെയിലായിപ്പോയി, ഇനിയും ഞാൻ പാസ്സാകാനിടയാകണം. ഇതുവരെ എൻ്റെ വ്യാപാരത്തിൽ നഷ്ടങ്ങളാണ് സംഭവിച്ചത്, ഇന്നു മുതൽ എൻ്റെ വ്യാപാരത്തിൽ ലാഭം ഉണ്ടാകുവാൻ ഇടയാകണം. ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായി, ഇനി ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി മുൻപോട്ട് പോകും. ഇപ്പോൾ വരെ എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും എനിക്കില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ ലക്ഷ്യം കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും പറയുന്നതിന് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതായ വാഗ്ദത്തം അക്ഷരാർത്ഥത്തിൽ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ നിറവേറ്റണമെന്ന് നിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി സമർപ്പണത്തോടുകൂടി ഒരു തീരുമാനമെടുത്തുകൊണ്ട് ദൈവമുമ്പാകെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. വിഷമിക്കരുത്, ആകുലപ്പെടണ്ട. ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ ഉദ്ദേശങ്ങളുണ്ട്. നിന്റെ പണി നീ ചെയ്യുക, അവന്റെ കാര്യം അവൻ ചെയ്യും. നമ്മുടെ പണികളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവന്റെ പണിയിൽ നമ്മെ അവൻ അനുഗ്രഹിക്കുന്നത്, ഉയർത്തുന്നത്, ബലപ്പെടുത്തുന്നത്. ഈ പുതിയ വർഷം മുഴുവൻ നീ അനുഗ്രഹിക്കപ്പെട്ടവനായി
പടിപടിയായി ദൈവത്തിന്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെട്ട് ഉന്നതനായി മാറാൻ, നന്മയുള്ളവനായി മാറാൻ കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ആ അനുഗ്രഹം നിങ്ങൾക്കും നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ നീ മുഴങ്കാൽ മടക്കി കർത്താവിന് നിന്നെ തന്നെ സമർപ്പിക്കൂ. നിന്റെ സകല കാര്യങ്ങളും അവനിൽ ഏൽപ്പിച്ച് ദൈവത്തിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ അനുഗ്രഹിക്കും. അനുഗ്രഹീതമായ ശുശ്രൂഷ നിങ്ങളും ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിച്ചാൽ നിങ്ങളുടെ വിവരങ്ങളും സ്തോത്ര കാഴ്ചയും DD-യിലൂടെയും MO-യിലൂടെയും ഞങ്ങൾക്ക് അയച്ചു തരാൻ കഴിയും. നിങ്ങൾ നൽകുന്ന എല്ലാ സ്തോത്ര കാഴ്ചയും വിശ്വസ്തയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു. നിങ്ങളും അതിന് അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം നിങ്ങൾക്ക് അറിയണമെങ്കിൽ 08939393939 വിളിച്ച് അറിയുക. ദൈവഹിതമെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വരെയും ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. നിങ്ങൾക്കെല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ